നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വലിയ ഇൻട്രോ എന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മളിതുവരെ 424 ചോദ്യങ്ങൾ മിക്സഡ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ ടോപ്പിക് വൈസും കറണ്ട് അഫയേഴ്സ് നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസാണ് നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ തന്നെ പരീക്ഷ വളരെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് നേരെ നമുക്ക് പെട്ടെന്ന് കൂടുതൽ ചോദ്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ 425ാമത്തെ ചോദ്യം, ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബൗളർ ആര്? ഉത്തരം ജസ്പ്രീത് ബുംറ. ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. 2024 റേഡിയോ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫെബ്രുവരി 13 റേഡിയോ ദിനം. റേഡിയോ എ സെഞ്ച്വറി ഇൻഫോമിംഗ്, എൻ്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് എന്നുള്ളതാണ് 2024 തീം. $500 മില്യൺ മുതൽ മുടക്കിൽ ഇന്ത്യ നടപ്പാക്കുന്ന കലാടൻ പദ്ധതി ഏത് രാജ്യത്താണ്? ഉത്തരം മ്യാൻമാർ. ലോൺലി പ്ലാനറ്റ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് ഏത്? ഉത്തരം പാപനാശം, വർക്കല. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നതെവിടെ? ഉത്തരം മാനാഞ്ചിറ, കോഴിക്കോട്. ലോകത്തിൻ്റെ മുകൾ തട്ട് എന്നറിയപ്പെടുന്ന ജംഗ്ഫ്രൂജോയിൽ ആദരവ് ലഭിച്ച ഇന്ത്യൻ കായിക താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. ലീഡ് ബാങ്കിൻ്റെ സഹകരണത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സുരക്ഷാ പദ്ധതി എല്ലാ കുടുംബങ്ങൾക്കും ഏർപ്പെടുത്തിയ ആദ്യത്തെ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരിയുടെ പേര് ഭാരത് റൈസ്. കാസർഗോഡ് വേദിയായ 36ാമത് ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്ത 2022 നൊബേൽ സമ്മാന ജേതാവിൻ്റെ പേര് മോർട്ടൻ ബി മെൽഡൽ. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് PM ഗതിശക്തി. 2024 ഭാരതരത്ന നേടിയവരുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5. MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, ചരൺ സിംഗ്, നരസിംഹറാവു എന്നിവരാണ് 2024 ഭാരതരത്ന നേടിയത്. നമ്മൾ നേരത്തെ ഒരു ചോദ്യമായി പഠിച്ചിരുന്നു, 50ാമത് ഭാരതരത്ന ജേതാവ് ആരാണ്? ഉത്തരം LK അദ്വാനിയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെ? ഉത്തരം എറണാകുളം. ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ഉത്തരം ദി ഗ്രീൻ ബോർഡർ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് എവിടെ? ഉത്തരം കരിക്കകം. ഗൂഗിൾ ബാർഡിൻ്റെ പുതുക്കിയ പേരെന്താണ്? ഉത്തരം ജെമിനി. നമ്മുടെ ചാറ്റ് GPT ബദലായിട്ട് ഗൂഗിൾ പുറത്തിറക്കിയ ആ ഒരു AI അധിഷ്ഠിത ചാറ്റ് ബോട്ടായിരുന്നു ഗൂഗിൾ ബാർഡ്. അതിൻ്റെ പേരാണിപ്പോൾ ജെമിനി എന്ന് മാറ്റിയിരിക്കുന്നത്. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഉത്തരം ഖത്തർ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമത്തിൻ്റെ പേരാണ് സ്നേഹഗ്രാമം. 2023 ആഫ്രിക്കൻ നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമേത്? ഉത്തരം ഐവറി കോസ്റ്റാണ്. UPI അടിസ്ഥാനമാക്കി UAE പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനത്തിൻ്റെ പേര് ജയ്വാൻ. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഷഹബാസ് ഷെറീഫ്. 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി നടന്നതെവിടെയാണ്? ഉത്തരം ദുബായ്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാര്? ഉത്തരം ദേവിക രഗെ. ക്വാർട്ടർ ലൈഫ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം നേടിയത്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരമേത്? ഉത്തരം ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ എപ്പിഗ്രഫി ശിലാലിഖിത മ്യൂസിയം നിലവിൽ വരുന്നതിവിടെ? ഉത്തരം ഹൈദരാബാദാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൻ്റെ 2024 വേദി എവിടെയായിരുന്നു? ഉത്തരം തൃശ്ശൂർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമേത്? ഉത്തരം ഡൽഹി. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് സുജലം. ICC റാങ്കിങ്ങിൽ ഏകദിന ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ 1ാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാര്? ഉത്തരം മുഹമ്മദ് നബി. ഇദ്ദേഹം അഫ്ഗാനിസ്ഥാൻ താരമാണ്. 2024 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. പ്രമേയം എന്താണ്? ഉത്തരം മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ഈസ് എ പില്ലർ ഓഫ് ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്നുള്ളതാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്? ഉത്തരം 19(1)(a). അടുത്തതായിട്ട് നമ്മൾ 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ് നോക്കുന്നത്. ഇത് 2024 സമ്മാനിച്ചത്. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം, 2ാം സ്ഥാനത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് 3 പഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു: നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ്, 2ാം സ്ഥാനത്ത് മുട്ടാർ. മികച്ച നഗരസഭ ഗുരുവായൂർ, 2ാം സ്ഥാനത്ത് വടക്കാഞ്ചേരി. മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം. ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഇറച്ചിയിൽ വളരുന്ന പുതിയ ഇനം നെല്ലിനത്തിൻ്റെ പേരാണ് മീറ്റി. 2024 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ലോക ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സഖ്യം ഏതാണ്? ഉത്തരം സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി. 2023 ICC T20 ടീം ഓഫ് ദി ഇയർ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? ഉത്തരം സൂര്യകുമാർ യാദവ്. ചൊവ്വയിലെ ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പര്യവേക്ഷണ വിമാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം മാഗി. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമേത്? ഉത്തരം ബ്രിട്ടൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ഉത്തരം അബുദാബി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. 2024 ജനുവരിയിൽ WHO മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം ഏത്? ഉത്തരം കാബോ വെർഡെ. മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി റൊട്ടീൻ വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് ക്യാമറൂൺ. 2024 ജനുവരി 23 127ാം ജന്മവാർഷികം ആഘോഷിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. രാജ്യത്ത് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ലൈസൻസ് നൽകിയ 3ാമത്തെ കമ്പനി ഏത്? ഉത്തരം സ്റ്റാർലിങ്ക്. എയർടെലിന് പങ്കാളിത്തമുള്ള വൺവെബ്, റിലയൻസിന്റെ ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയ്ക്കാണ് ഇതിനു മുൻപ് ലൈസൻസ് നൽകിയിരുന്നത്. മുംബൈ മാരത്തണിൽ ഇന്ത്യൻ പുരുഷ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാര്? ഉത്തരം ടി ഗോപി. റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നടത്തിവരുന്ന പദ്ധതിയുടെ പേരാണ് അമൃത് ഭാരത് പദ്ധതി. അടിയാളരുടെ വേദഗുരു എന്നറിയപ്പെടുന്ന ഏത് കേരള നവോത്ഥാന നായകന്റെ ചരമശതാബ്ദിയാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഉത്തരം സദാനന്ദ സ്വാമി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ ചിലിയിലെ കീഴടക്കിയ മലയാളിയുടെ പേരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. 2028 വരെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ മുഖ്യ സ്പോൺസറായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനി ഏത്? ഉത്തരം ടാറ്റ ഗ്രൂപ്പ്. 2ാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ ജാംനഗർ. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കേരളത്തിലെ കടുവാ സങ്കേതമേത്? ഉത്തരം പറമ്പിക്കുളം. 2024 ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമേതാണ്? ഉത്തരം ഇറാൻ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച തദ്ദേശ വാക്സിനാണ് ഹെവി ഷുവർ. ഇത് വികസിപ്പിച്ചത് ഇന്ത്യൻ ഇമ്മ്യൂണിയോളജിക്കൽ ലിമിറ്റഡ്, ഹൈദരാബാദാണ്. 2024 ജനുവരിയിൽ ചരമശതാബ്ദി ആഘോഷിച്ച റഷ്യൻ നേതാവ് ആരാണ്? ഉത്തരം വ്ളാഡിമിർ ലെനിൻ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഉത്തരം വിജയവാഡ. രാജ്യത്തെ റംസാർ സൈറ്റുകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ഉത്തരം അമൃത് ധരോഹർ പദ്ധതി. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരാണ്? ഉത്തരം റോഹൻ പ്രേം. 2022 ആശാൻ സ്മാരക കവിതാ പുരസ്കാര ജേതാവാര്? ഉത്തരം കുരീപ്പുഴ ശ്രീകുമാർ. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. ഇന്ത്യ ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച AI അധിഷ്ഠിത പ്രോസസറിന്റെ പേരാണ് കൈരളി.
ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം പ്രഭാവർമ്മ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. അമേരിക്കയ്ക്ക് പുറത്ത് ബോയിങ് വിമാന കമ്പനിയുടെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ബംഗളൂരു. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച കായ് ചട്നി ഏത് സംസ്ഥാനത്തു നിന്നുള്ള വിഭവമാണ്? ഉത്തരം ഒഡീഷ. 2024 ജനുവരിയിൽ ബലാൽ എന്ന ചുഴലിക്കാറ്റ് വീശിയത് ഏത് രാജ്യത്താണ്? ഉത്തരം മൗറീഷ്യസ്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി മാറിയത് ആര്? ഉത്തരം ഗബ്രിയേൽ അത്താൽ. 36 വർഷത്തിന് ശേഷം ടെന്നീസിൽ ഒരു സീഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരമായി മാറിയതാര്? ഉത്തരം സുമിത് നാഗൽ. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ഭിന്നശേഷി കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആശ്വാസം പദ്ധതി. 2022 രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാരാണ്? ഉത്തരം സുരേന്ദ്രൻ നായർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 2023 വർഷത്തെ ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ലയണൽ മെസ്സി. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അയറ്റ്ന ബോൺവാട്ടി. ലോകത്തിലെ ആദ്യത്തെ വിൻഡ് സോളാർ ഹൈബ്രിഡ് വൈദ്യുത പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. 2024 ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം നിലവിൽ 10 എന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്. 500 ചോദ്യങ്ങൾ ഇതുവരെയും ഇങ്ങനെ മിക്സഡ് CA ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ വിശദമായിട്ട് ടോപ്പിക് വൈസ് നമ്മൾ എടുത്തു പോയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ PSC പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.